ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേരാണ് നെറി. തുടക്കം തന്നെ നമ്മുടെ കഥാനായകന്റെ ഒരു തീപ്പൊരി ഇൻട്രോ സോങ് ആണ്. എന്തൊക്കെ കണ്ടാലാ ഒരു ജന്മം തീരാ എന്റെ ഈശ്വര. നമ്മുടെ കഥാനായകന്റെ പേരാണ് മോഹൻകുമാർ. മൂപ്പരൊരു കെമിസ്ട്രി അധ്യാപകനാണ്. 2 கார்பன்கள் ஹைட்ரஜன்களுடன் சேரும் பொழுது ஈத்தேன் என்று அழைக்கப்படுகிறது. இதிலிருந்து பெறக்கூடிய பியூட்டேன் புரோப்பேன். ഡബ്ബിംഗ് സൗണ്ട് എന്തോ പറയുന്നു, ഇയാളാണെങ്കിൽ വേറെന്തോ പറയുന്നു. இதிலிருந்து பெறக்கூடிய பியூட்டேன் புரோப்பேன் கலவைதான். നമ്മുടെ മോഹൻകുമാർ ഒരു ക്യൂട്ട് ഹീറോ കൂടിയാണ്. മോഹൻകുമാറിന് ഭാര്യയും 2 മക്കളുമുണ്ട്. മോഹൻകുമാർ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ ചായ വെക്കാറുണ്ട്. പിന്നീട് മോഹൻകുമാറിന്റെ ഭാര്യ അവരുടെ കുട്ടികൾക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കും. അതിനുശേഷം മോഹൻകുമാർ സ്കൂളിൽ പോവാൻ റെഡിയാവും. നീ എന്തിനാടാ ഇയാള് പല്ല് തേച്ചതും ചായ കുടിച്ചതൊക്കെ ഞങ്ങളോട് പറയുന്നേ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതിൽ ഞാൻ തെറ്റൊന്നും പറയില്ല. കാരണം ഈ പടത്തിന്റെ ആദ്യത്തെ അരമണിക്കൂറിൽ മോഹൻകുമാർ പല്ല് തേച്ചതും ചായ കുടിച്ചതും ഇഡ്ഡലി തിന്നതൊക്കെയാണ് ഇവര് നമുക്ക് കാണിച്ചു തരുന്നത്. മോഹൻകുമാർ ഒരു ഫാമിലി മാൻ ആണെന്ന് കാണിക്കാനാണ് ഈ സീനുകളെല്ലാം സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അയ്യോ, അപ്പോഴാണ് ഏതൊക്കെയോ പിള്ളേര് നമ്മുടെ മോഹൻകുമാറിന്റെ ഫാമിലിയെ ഒരു ഫംഗ്ഷന് ക്ഷണിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷെ അത് എന്ത് ഫംഗ്ഷൻ ആണെന്ന് ഈ വന്നവന്മാര് പറയൂല, ആ വീട്ടിലുള്ളവർ അവരോട് ചോദിക്കൂല. என்ன ஃபங்க்ஷன்? இது ரொம்ப முக்கியமான ஃபங்க்ஷன். ஏதோ முக்கியமான ஃபங்க்ஷனா இன்விடேஷன் கொடுத்துட்டு போனாங்க. അല്ല, ഇത് എന്ത് ഫംഗ്ഷനാ? ஒரு தடவைக்கு 2 தடவை இன்விடேஷன் கொடுத்திருக்காங்கன்னா முக்கியமான ஃபங்க்ஷனா தான் இருக்கும். குழப்பத்துல பிறந்தவனே. அம்மா, அப்பாவும் நீங்களும் போயிட்டு வாங்களேம்மா. പവിത്രാവിയും കുഴந்தைங்களையும் നീ ഫംഗ്ഷനുக்கு കൂട്ടു പോ. சரிம்மா. അതെന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ഇൻവിറ്റേഷൻ കൊടുത്ത അന്ന് തന്നെയാണ് ഇവന്മാർ ആ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. போயிட்டு வரோம். പവിത്ര, പസങ്ങളെ റെഡി பண்ணுமா. അന്ന് നടക്കുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ പിന്നെ എന്തിനാടാ ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിച്ചിറക്കിയത്? എന്തോ എങ്ങനെ? என்ன ഫംഗ്ഷൻ? ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അത് എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. இது ரொம்ப முக்கியமான ஃபங்க்ஷன். ശരി, എന്ത് ഫംഗ്ഷൻ ആണെന്ന് ഇവന്മാരും തൊള്ള തുറന്ന് പറയാത്തതുകൊണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ തീരുമാനിച്ചു. നോക്കുമ്പോ എന്താ, ഈ മോഹൻകുമാറിനെ മികച്ച അധ്യാപകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതിന്റെ സംവിധായകൻ ട്ടോ. അല്ലാതെ ബുദ്ധിയുള്ള ആരും അത് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് മോഹൻകുമാറിനെ ആദരിക്കാൻ വേണ്ടി ഇവര് നടത്തുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ. പക്ഷെ അത് നമ്മുടെ മോഹൻകുമാറിനും അയാളുടെ കുടുംബത്തിനും മാത്രം അറിയില്ല. முக்கியமான ஃபங்க்ஷனா தான் இருக்கும். ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ മോഹൻകുമാറിനെ ആദരിക്കുന്ന ചടങ്ങിനാണ് മോഹൻകുമാർ അയാളുടെ അച്ഛനോടും അമ്മയോടും പോയി പങ്കെടുക്കാൻ പറയുന്നത്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി. அம்மா, அப்பாவும் நீங்களும் போயிட்டு வாங்களேம்மா. ഒരു ദിവസം നമ്മുടെ മോഹൻകുമാറും ഫാമിലിയും ടൂർ പോയിക്കൊണ്ടിരിക്കുമ്പോ ഏതോ ഒരു പെൺകുട്ടിയെ ആരോ കൊല്ലും. അത് നമ്മുടെ മോഹൻകുമാറിന്റെ മകൻ കാറിന്റെ ഉള്ളിലിരുന്ന് വീഡിയോ എടുക്കും. മികച്ച അധ്യാപകനുള്ള അവാർഡ് വാങ്ങിയ ഇയാള് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ വേഗം വീട്ടിലേക്ക് പോകും. അവിടെ അനിയത്തി കടന്ന് സൈക്കിള് ചവിട്ടുമ്പോ ഇവിടെ ചേട്ടൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മോഹൻകുമാർ ആ സത്യം മനസ്സിലാക്കുന്നത്. തന്റെ മകൻ ആ കൊലപാതകം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഞെട്ടാൻ മാത്രം ആ വീഡിയോയിൽ ഒന്നുമില്ല. എന്തായാലും അയാളുടെ മൂടോ. പിന്നെ നോക്കുമ്പോ എന്താ, ആ പെൺകുട്ടിയെ കൊന്നവന്മാരൊക്കെ മോഹൻകുമാറിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഇവന്മാർ ഈ വീട് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. വില്ലന്മാരാണെങ്കിൽ കൊടൂര എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് നമ്മളെ പേടിപ്പിക്കുകയാണ്. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. എന്നിട്ട് മോഹൻകുമാറിന്റെ ഫുൾ ഫാമിലിയെയും ഇവര് കൊല്ലും. അതും ഈ കേപ്പ് പൊട്ടിക്കുന്ന തോക്കുകൊണ്ട്. ഓലപ്പടക്കത്തിനുണ്ട് ഇതിലും വലിയ സൗണ്ട്. വീടിന്റെ ഉള്ളിൽ വെടിവെച്ച് കേട്ട മോഹൻകുമാർ അതാരാണെന്ന് നോക്കാൻ തന്റെ ഭാര്യയെ അയക്കുകയാണ്. തന്റെ ഭാര്യ മരിച്ചു എന്ന് റൂമിനുള്ളിൽ ഇരുന്ന് ഉറപ്പുവരുത്തിയ ശേഷം മോഹൻകുമാർ പുറത്തോട്ട് വരികയാണ്. അങ്ങനെ മോഹൻകുമാർ പുറത്തു വന്ന് മാസ് കാണിച്ച് ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പ്ലാസ്റ്റിക് ചെയർ ഒരു കവചമായി ഉപയോഗിക്കും. It was at this moment that he knew he fucked up.
ഒരു ബുള്ളറ്റ് പ്ലാസ്റ്റിക് തുളച്ച് പുറത്തു വരും എന്നുള്ള കാര്യം LKG പഠിക്കുന്ന പിള്ളേർക്ക് വരെ അറിയാം. എന്നിട്ടും ഒരു കെമിസ്ട്രി അധ്യാപകനായ ഇയാൾക്കത് അറിയില്ല. കുഴപ്പത്തില പുറന്തവനെ. സാറുമാരെ പറയിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങിക്കോളും. ഇത് തെറിയല്ലേ? അല്ല, ഇതാണ് നെറി. ഇത് കണ്ടവർ ഇയാളെ വിളിച്ചതിന്റെ പേരാണ് തെറി. മോഹൻകുമാർ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കിയ അയാളുടെ ഒരു സ്റ്റുഡന്റ് തന്റെ കല്യാണം തന്നെ വേണ്ടാന്ന് വെച്ച് ഓടി വരികയാണ്. തോന്നിയത് പറയുന്നതിനൊരു അതിരില്ലടാ. എല്ലാവർക്കും എന്നെ മതി. இதெல்லாம் பார்த்தா அம்மா ஞாபகம் வருதே, எங்கேயாவது எடுத்து வச்சிருங்க ஆண்டி. ആ, നല്ല ബെസ്റ്റ് മകൻ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ ഓർമ്മ വരും. അതുകൊണ്ട് അതൊക്കെ എടുത്ത് എവിടേക്കാച്ചും മാറ്റി വെക്കാൻ. മരിച്ചുപോയ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങൾ എടുത്തു വെക്കണ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പറയുന്ന ഒരു മകനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. இதெல்லாம் பார்த்தா அம்மா ஞாபகம் வருதே, எங்கேயாவது எடுத்து வச்சிருங்க ஆண்டி. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ക്രിട്ടിക്കൽ സ്റ്റേജിലുണ്ടായിരുന്ന നമ്മുടെ മോഹൻകുമാർ ഹോസ്പിറ്റലിൽ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് കിടക്കുന്നു. ആരെങ്കിലും അയാൾക്കൊരു പോപ്കോൺ കൂടി മേടിച്ചു കൊടുക്ക്. ആർത്തി പണ്ടാൽ അത് തീർത്തോളും. உங்களால நம்ப முடியலையா? நான் தாங்க உங்க பவித்ரா. ഇത് മറ്റേ സൗദാമിനി സിനിമയിലെ പ്രേതല്ലേ? മരിച്ചുപോയ ഇവർക്ക് ഏത് പ്രേതാടാ മേക്കപ്പ് സെറ്റ് കൊടുത്തത്? கற்பிக்கும் போது விவேகானந்தராகவும், கடமையை செய்யும் போது நேதாஜி சுபாஷ் சந்திர போஸாகவும், பாரதியார் பாடல்களை சொல்லி தானே என்னையும் குழந்தைங்களை ஊக்கப்படுத்தினீங்க. അത് ശരി, ഇയാൾക്ക് ബിൽഡപ്പ് കൊടുത്തതല്ലേ? അങ്ങനെ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ മോഹൻകുമാർ കൊല്ലാൻ പോവുകയാണ്. ஆமாங்க சார், இதுக்கு நாம ஏதாவது ஒரு முடிவு எடுத்தாங்க சார். இதுக்கு மேல எங்களால பொறுமையா இருக்க முடியாது சார். அவங்கள கொல்லாம விட மாட்டோம். இல்ல இல்ல இல்ல, താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. நமக்கெல்லாம் அதுக்கு மேல கடமை வேற இருக்கு. നീ എന്റെ അപ്പന്റെ കൂടെ എങ്ങാണ്ട് പഠിച്ചതല്ലേ? എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കണം? ഇതിന്റെ ഇടയില് വില്ലന്മാരുടെ ഒരു പാട്ട്. അയ്യോ ദാരിദ്ര്യം. മോഹൻകുമാർ ഒന്നാമത്തെ വില്ലനെ ഒരു കാട്ടിലേക്ക് ഓടിച്ച് അവിടെ വെച്ച് കൊല്ലും. സകല നാടിഞരമ്പുകളും പൊട്ടിയിട്ടുണ്ട്. 3 മാസത്തേക്ക് ഈ കൈ അനക്കാൻ പറ്റില്ല. ചുരുക്കത്തിൽ നല്ല ആറ്റൻ ഇൻഡാസ് പൊളപ്പൻ പണിയാണ് കിട്ടിയിരിക്കുന്നത്. வாத்தியார் தானே பாடம் நடத்துவாரு, அறிவுரை சொல்லுவாரு. அப்படி நினைச்சிட்டு பப்பு காட்டலான்னு பாத்தீங்களா? ആ സംജയ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സംജയ് കേലിയെ? അങ്ങനെ ഒരു വാക്ക് എന്തായാലും ഹിന്ദിയിലില്ല. தெரியாம தப்பு பண்ணவன் தப்புச்சா அது தப்பு இல்ல. தெரிஞ்சே தப்பு பண்ணவன் தப்புச்சா அது தப்பு. தப்பு பண்ணியது மகனா இருந்தாலும் மாணவனா இருந்தாலும் தண்டனை ஒண்ணுதான்டா. இந்த சமுதாயத்துல நல்லவங்க ஒவ்வொருத்தரையும் அதுக்காகத்தான் இந்த தண்டனையை உனக்கு கொடுத்திருக்கிறேன். நான் உனக்கு கொடுத்த தண்டனை. അവൻ സെത്തിട്ടാണ്ടാ. രണ്ടാമത്തെ വില്ലൻ മോഹൻകുമാറിനെ ഫോളോ ചെയ്തു വരും. വില്ലന്മാര് മോഹൻകുമാറിനെ തെരഞ്ഞു നടക്കുമ്പോ മോഹൻകുമാർ അയാളുടെ തന്നെ ബൈക്കിന്റെ സീറ്റ് കീറി അതിന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് വെക്കും. തിരികെ വന്ന വില്ലൻ അയാളുടെ ബൈക്കാണെന്ന് കരുതി മോഹൻകുമാറിന്റെ ബൈക്കിലിരിക്കും, ഷോക്ക് അടിക്കും. ഇയാൾ വന്ന് മോഹൻകുമാറിന്റെ ബൈക്ക് എടുക്കുന്നു. മോഹൻകുമാർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ബാലരമയിലിട്ട പിള്ളേര് വരെ വീട് തേടി വന്ന് അടിച്ചിട്ട് പോകും. അപ്പോഴാണ് സിനിമയില്. പിന്നെന്താ, മോഹൻകുമാർ മൂന്നാമത്തെ വില്ലനെ കൊല്ലും. പിന്നെ ഇവരുടെയൊക്കെ മെയിൻ വില്ലനായിട്ട് ഒരാളുണ്ട്, അയാളെ മോഹൻകുമാർ കൊല്ലും. അതോടെ നെറി അവസാനിക്കും. ഏതോ നേരും നെറി ഇല്ലാത്തവനാണ് ഇതിന്റെ സംവിധായകൻ. 2 കാര്യങ്ങളാണ് എനിക്കിതിന്റെ സംവിധായകനോട് പറയാനുള്ളത്. 1, ആർക്കും വേണ്ടാത്ത ഇങ്ങനത്തെ ഉണക്ക കഥകളൊക്കെ ഇനി പൊക്കി പിടിച്ചോണ്ട് വരരുത്. 2, ഇനി എപ്പോഴായാലും ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ ഇയാളെ നായകനാക്കരുത്. മനസ്സിലായടാ? പതുക്കെ. அகில பிகில ஃபிகரடா, சைதா பேட்ட டோலடா, எரிக்கடா மச்சான் எரிக்கடா.